സംസാരിക്കാനുണ്ട്. ഞങ്ങൾ നിന്നെയും സ്റ്റുവർട്ടിനെയും മാർത്തയും ഒരുപോലെ തന്നെയാണ് കാണുന്നത്. അതെനിക്കറിയാം. നിന്നോട് സ്ട്രിക്റ്റ് ആയിട്ട് പെരുമാറണമെന്ന് ഞങ്ങൾക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. സാരമില്ല, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാനും സ്റ്റുവർട്ടും കൂടെ ഇപ്പൊ ഒരു മോഡൽ ഉണ്ടാക്കാൻ പോവാ. ഓ, അങ്ങനെ തന്നെ ആകട്ടെ. ഹായ് ഗൈസ്, എന്ത് ചെയ്തോണ്ടിരിക്കുക? ഞങ്ങളൊരു പട്ടത്തിന്റെ മോഡൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. നേരത്തെ ഞാൻ കണ്ടതുപോലത്തെയാ? ഇല്ല, കുറച്ചും കൂടി വലുതാ. അവൻ എങ്ങോട്ടാ പോകുന്നേ? അത് ടെസ്റ്റ് ചെയ്യാൻ പോവാ. ഓക്കേ, റെഡി? 3, 2, 1 സ്റ്റാർട്ട്. വാവ്, കൊള്ളാം. അത്ഭുതം തന്നെ. അയ്യോ, പെട്ടെന്ന് വാ, അകത്ത് പോവാം. അയ്യോ, അയ്യോ. അയ്യോ, മാർത്ത, അവിടെ പഠിക്കാതെ എനിക്ക് ഇക്കിളിയാകുന്നു. ഇനി ഈ കൈകൊണ്ട് നിനക്ക് ആഹാരം കഴിക്കാൻ പറ്റില്ലല്ലോ. ഓ, നീ അത് കണ്ടോ? മാർത്ത സ്നോബെലിനെ വാക്കിങ്ങിന് കൊണ്ടുപോവുകയാണ്. ഞങ്ങൾ കളിക്കാൻ പോവാ. കളിക്കുമ്പോ സൂക്ഷിച്ചു വേണം മോളെ. ഫെഡറിക്, നിങ്ങൾ ഈ ആർട്ടിക്കിൾ കണ്ടായിരുന്നോ? ഇതിൽ പറയുന്നത് മൂത്ത കുട്ടിയോട് മാതാപിതാക്കൾ സ്ട്രിക്റ്റ് ആയിട്ടിരിക്കണമെന്നാ. അതിലെന്താ തെറ്റുള്ളത്? അതുകൊണ്ട് കുട്ടിക്ക് മനസ്സിലെന്തെങ്കിലും, ഇതുപോലെ നമ്മുടെ ജോർജിന് എന്തെങ്കിലും. കുട്ടികളോട് രണ്ടു തരത്തിൽ പെരുമാറിയാലുണ്ടാകുന്ന കോംപ്ലക്സ്. പക്ഷേ ജോർജിന്റെ പെരുമാറ്റത്തിൽ കുഴപ്പമൊന്നുമില്ലല്ലോ. എന്തായാലും മുൻകരുതലായിട്ട് ഞാൻ ചില തീരുമാനങ്ങൾ എടുക്കാൻ പോവുകയാണ്. കുട്ടികളെ എല്ലാവരെയും ഒരുപോലെ കാണണം നമുക്ക്. തീർച്ചയായും. അല്ല ജോർജ്, ഇതെന്താ കയ്യില്? വലിയൊരു പട്ടമായിരുന്നു, പക്ഷെ ഇപ്പൊ അത് വേറൊരു കടലാസായി പോയി. ജോർജിന് പറക്കാൻ പറ്റിയ സൈസിൽ ഒരെണ്ണം ഉണ്ടാക്കിയതാ. പക്ഷെ ഇത് താഴെ വീണ് തകർന്നു പോയി. ദൈവമേ. പേടിക്കണ്ട, ആർക്കും അപായമൊന്നുമില്ല. ഞങ്ങൾ ടെസ്റ്റ് ചെയ്തേ ഉള്ളൂ. അത് സാരമില്ല. പക്ഷെ ഇതിന് പകരം ഞങ്ങളൊരു കാർ ഉണ്ടാക്കാൻ പോവാ. അന്ന് പറഞ്ഞില്ലേ, അതുപോലെ ജോർജിന് ഓടിക്കാൻ വേണ്ടി. നമ്മൾ എന്തെങ്കിലും ചെയ്തേ തീരൂ. അത് ശരിയാ. സ്റ്റുവേറ്റിനെ പോലെ ജോർജ് അവൻ ഉണ്ടാക്കുന്ന കാർ ഡ്രൈവ് ചെയ്യാൻ അനുവാദം കൊടുക്കണം. സമ്മതിച്ചോ? പക്ഷേ സത്യത്തിൽ ഈ മോഡൽ ഉണ്ടാക്കുന്നതിലാണ് എനിക്ക് വളരെ സന്തോഷം. ഞാൻ വിചാരിച്ചു ഡ്രൈവിംഗ് ആണ് രസമെന്ന്. ഇതൊക്കെ ഉണ്ടാക്കുന്നതും ഡ്രൈവിംഗ് പോലെ രസമാണ് മാർത്തല. യാ